മൂത്രാശയത്തിന്റെ പിൻവശത്തുള്ള മാംസപേശികളുടെ അരികിൽ നട്ടെല്ലിന്റെ ഇരുവശത്തുമായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. പയറുമണിയുടെ ആകൃതിയിലുള്ള കടും ചുവപ്പ് നിറത്തോടുകൂടിയ വൃക്കകൾക്ക് ഏതാണ്ട് 11 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയും 3 സെന്റിമീറ്റർ കനവും 150 ഗ്രാം ഭാരവുമാണുള്ളത്. യൂറിയ, ലവണങ്ങൾ, ആവശ്യത്തിലധികമായി ശരീരത്തിലെത്തുന്ന മരുന്നുകൾ, വിറ്റാമിനുകൾ, ശരീരത്തിന് ദോഷകരമാകുന്ന പദാർത്ഥങ്ങൾ എന്നിവയെല്ലാം രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റുന്നത് വൃക്കകളാണ്. അരിച്ചു മാറ്റപ്പെടുന്ന മാലിന്യങ്ങൾ മൂത്രവാഹി വഴി മൂത്രാശയത്തിലെത്തിച്ച് മൂത്രമായി പുറന്തള്ളുന്നു. ഓരോ വൃക്കയിലും ഏതാണ്ട് 12 ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളായ നെഫ്രോണുകളുണ്ട്. നെഫ്രോണുകൾ വൃക്കകളുടെ ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകങ്ങളാണ്. ഓരോ നെഫ്രോണിലും നൂൽക്കെട്ട് പോലെ കാണപ്പെടുന്ന വൃക്കാധമനിയുടെ സൂക്ഷ്മ ലോമികകൾ കാണപ്പെടുന്നു. ഇവയ്ക്ക് ഗ്ലോമറുലസ് എന്ന് പറയുന്നു. ഇവ സൂക്ഷ്മ അരിക്കലിന് സഹായിക്കുന്നു. ഗ്ലോമറുലസിന് ചുറ്റുമായി ഇരട്ട ഭിത്തിയുള്ള ഒരു കപ്പ് പോലുള്ള ആവരണമായ ബൊമാൻസ് ക്യാപ്സ്യൂൾ കാണപ്പെടുന്നു. ഇവ സൂക്ഷ്മ അരിക്കലിന്റെ ഫലമായി ഉണ്ടാകുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ശേഖരിക്കാൻ സഹായിക്കുന്നു. ഗ്ലോമറുലസിലേക്ക് രക്തമെത്തിക്കുന്ന വലുപ്പം കൂടിയ രക്തക്കുഴലുകൾക്ക് അഫരന്റ് വെസൽ എന്നും തിരികെ കൊണ്ടുപോകുന്ന വലുപ്പം കുറഞ്ഞ രക്തക്കുഴലുകൾക്ക് ഇഫരന്റ് വെസൽ എന്നും പറയുന്നു. ഈ രക്തക്കുഴലുകളുടെ വലുപ്പ വ്യത്യാസം സൂക്ഷ്മ അരിക്കലിനും രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതിനും സഹായിക്കുന്നു. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങളെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവ മൂത്രവാഹി വഴി മൂത്രാശയത്തിലെത്തിച്ച് മൂത്രമായി പുറന്തള്ളുന്നു.